അറബിക്കടലിൽ ചെരിഞ്ഞ MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളും വെള്ളത്തിനടിയിലായി. കപ്പൽ അവശേഷിച്ച ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 3 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. കപ്പലിൽ നിന്ന് കടലിലേക്ക് എണ്ണ പടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സ്ഥിതിഗതികൾ ഗുരുതരമാക്കുന്നത്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ 3 ജീവനക്കാർ കപ്പലിൽ തുടരുകയായിരുന്നു. പക്ഷേ കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന അവസ്ഥയിലേക്ക് പോയതോടുകൂടിയിട്ടാണ് അവരെയും കൂടി രക്ഷപ്പെടുത്തേണ്ടി വന്നത്. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. പുനഃക്രമീകരണം അടക്കം നടത്തി കപ്പലിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചില പരീക്ഷണങ്ങളൊക്കെ നടന്നു. ആദ്യം ഒരു 22 ഡിഗ്രി, പിന്നീട് 28 ഡിഗ്രി, 26 ഡിഗ്രി എന്ന നിലയിലേക്ക് പോയി. 30 ഡിഗ്രി ചെരിഞ്ഞാൽ പിന്നെ കപ്പലില്ല എന്നുള്ളതാണ് ഒരു കണക്ക്. ആ നിലയിലേക്ക് പോയാൽ പിന്നീട് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത് കാലാവസ്ഥ തന്നെയാണ്. അതാണ് കപ്പൽ ചെരിയാനുള്ള കാരണം തന്നെയായത്. പക്ഷെ അതിനെ ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാത്തത്ര പ്രക്ഷുബ്ധമായ കടൽ ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മദർഷിപ്പ് വന്ന് അതിനൊന്ന് കെട്ടിവലിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം പരിശോധിച്ചിട്ട് പോലും ഒന്നും നടക്കാതെ പോയത്. ഇപ്പോൾ എണ്ണ കടലിൽ പടരുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടുതൽ പടരാതിരിക്കാനുള്ള രാസ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രക്രിയയിലേക്ക് കോസ്റ്റ് ഗാർഡൊക്കെ കടക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്ന വ്യക്തതയില്ല. പക്ഷേ കോസ്റ്റ് ഗാർഡിൻ്റെ വലിയൊരു സന്നാഹം തന്നെ കടലിൽ തുടരുന്നുണ്ട്. സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. വേണ്ട മുന്നറിയിപ്പുകൾ തീരപ്രദേശങ്ങളിലേക്ക് നൽകിയിട്ടുണ്ട്. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, ഇന്നലെ വൈകിട്ടാണ് ഈ വിവരം വരുന്നത്. വളരെ ആശങ്കയായിരുന്നു. പിന്നീട് ആ കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നു. എന്താണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം? ഈ കണ്ടെയ്നറുകൾ ഇപ്പോഴും കേരള തീരത്ത് അടിയാനുള്ള ഒരു സാധ്യത തന്നെയാണോ കൂടുതൽ? ദിവിഷ്, ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് MSC എലൈസ 3 എന്ന കപ്പൽ ചെരിഞ്ഞത്. ആദ്യഘട്ടത്തിൽ 9 കണ്ടെയ്നറുകൾ താഴേക്ക് വീണു എന്നായിരുന്നു ലഭിച്ച വാർത്ത. എന്നാൽ 9-ലധികം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ കണ്ടെയ്നറുകളിൽ ഒന്നുപോലും ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഈ കണ്ടെയ്നറുകൾ എത്തിയേക്കാമെന്നായിരുന്നു ഇന്നലെ ദുരന്ത നിവാരണ വകുപ്പ് ഉൾപ്പെടെ അറിയിച്ചിരുന്നത്. അതേസമയം ഈ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ മാറ്റുന്നതിനും അല്ലെങ്കിൽ ചോർച്ച ഉണ്ടാകാതിരിക്കുന്നതിനുമൊക്കെ നാവികസേനയും തീരസംരക്ഷണ സേനയും പരമാവധി ശ്രമിച്ചു. എങ്കിലും അതിൽ പൂർണ്ണമായും വിജയം കാണാനായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് MSC എലൈസ 3 എന്ന കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. 24 നാവികരാണ് അതിലുണ്ടായിരുന്നത്. നാവികരും ജീവനക്കാരുമടക്കം 24 പേരാണ്. ഇവരിൽ 21 എല്ലാവരെയും ഇന്നലെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷേ കപ്പൽ തിരികെ അതിൻ്റെ പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 ജീവനക്കാരെ കപ്പലിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് ഏതാണ്ട് അസാധ്യമാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇവരെയും നാവികസേനയും തീരസംരക്ഷണ സേനയും ചെന്ന് നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും ഒക്കെ കപ്പലിലേക്ക് മാറ്റി. ഏറെ വൈകാതെ തന്നെ ഇവരെ നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും കൊച്ചിയിലെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയാണ് കപ്പൽ ഉയർത്തിയെടുക്കുന്നതിന് ഏറ്റവും തടസ്സമായി നിന്നത്. കപ്പലിൽ ഏതാണ്ട് 400ഓളം കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. ഈ കണ്ടെയ്നറുകളുടെ ബാഹുല്യം, കൂടാതെ കപ്പൽ ഒരു കടൽ ചുഴിയിൽ വീണത്, അതും കൂടാതെ തികച്ചും പ്രതികൂലമായ കാലാവസ്ഥ, ഈ 3 ഘടകങ്ങൾ ചേർന്നപ്പോൾ കപ്പൽ തിരികെ കെട്ടിവലിച്ച് ഏതെങ്കിലും വിധേന കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏതാണ്ട് അപ്രായോഗികമായി. ഇതിനിടെ ഇന്ന് രാവിലെയോടുകൂടി കപ്പൽ പൂർണ്ണമായും മുങ്ങുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ഇനി കെട്ടിവലിച്ച് കൊണ്ടുവരവ് അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾ സഹിതം പഴയ രൂപത്തിൽ കൊണ്ടുവരവ് എന്നൊന്ന് സാധ്യമാകില്ല. ഈ സാഹചര്യത്തിൽ കണ്ടെയ്നറുകൾ ചോരാതിരിക്കാനുള്ള നടപടികളും അത്തരം കാര്യങ്ങളും മറ്റുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം രാസവസ്തുക്കളാണ് ഈ കപ്പലിലെ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇതാണ് ആശങ്ക വളർത്തുന്നത്. പ്രത്യേകിച്ചും കടലിൽ ഈ രാസവസ്തുക്കൾ കലരുകയാണെങ്കിൽ കടൽ ജീവികൾക്ക് ഇതാണ് ആശങ്ക. എന്തായാലും ഇന്നലെ വൈകുന്നേരം 3:30 കൂടിയാണ് ഈ കപ്പൽ മുങ്ങുന്നു എന്നൊരു വാർത്ത വന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന ഇപ്പോഴുമുള്ള ഏറ്റവും വലിയ ആശങ്ക കടലിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഒക്കെ ഇത് എത്രത്തോളം ഭീഷണിയാകും എന്നുള്ള കാര്യമാണ്. കപ്പൽ മുങ്ങി അതിനി വീണ്ടും കിട്ടില്ല എന്നുള്ളതും വലിയ സാമ്പത്തിക നഷ്ടവുമൊക്കെ ഒരു വശത്തുണ്ട്. പക്ഷേ എന്താണ് തീരത്തിന് കടലിൽ സംഭവിക്കുക എന്നത് സംബന്ധിച്ച് കൂടി പരിശോധിക്കേണ്ടതുണ്ട്.